Dear students, we work ഡയാലിസിസ് സെക്കൻഡ് സെമ്മിലെ ക്ലിനിക്കൽ ഡയാലിസിസ് എന്ന് പറഞ്ഞ സബ്ജക്റ്റിലെ യൂണിറ്റ് 2-ലെ ബാക്കിയുള്ള പോർഷൻസാണ് നമ്മളിന്ന് പറയാനായിട്ട് പോകുന്നത്. സ്ട്രാറ്റജീസ് ടു മെയിൻറ്റെയിൻ ബ്ലഡ് പ്രഷർ ഡ്യൂറിങ് ഡയാലിസിസ് എന്ന് പറഞ്ഞിട്ടുള്ള ഭാഗമാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ അതിൽ സോഡിയം ആൻഡ് ഫ്ലൂയിഡ് റെസ്ട്രിക്ഷനെ കുറിച്ച് പറയുന്നുണ്ട്. സോഡിയം എന്ന് പറയുന്നത് നമ്മൾ കഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, വളരെയധികം വെള്ളം കുടിക്കാനായിട്ടുള്ള സാധ്യതകൾ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ സോഡിയം കണ്ടൻറ്റ് അടങ്ങിയിട്ടുള്ള ഫുഡുകൾ പരമാവധി കുറയ്ക്കുക. ഡയാലിസിസ് പേഷ്യൻസ് പരമാവധി കുറയ്ക്കാനായിട്ട് നോക്കുക. അവരുടെ ശരീരത്തിൽ അത്രയധികം വെള്ളമൊന്നും കൊടുക്കാനായിട്ട് നമുക്ക് പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മളെന്താണ്, വെള്ളം കുടിക്കാനായിട്ട് ദാഹിക്കുന്ന സാഹചര്യങ്ങൾ ഇല്ലെങ്കിൽ സോഡിയം അടങ്ങിയിട്ടുള്ള ആഹാര പദാർത്ഥങ്ങൾ, ഉപ്പ് കൂടുതലുള്ള ആഹാര പദാർത്ഥങ്ങൾ അല്ലെങ്കിൽ ന്യൂട്രീഷണൽ റെക്കമെൻഡേഷൻസ് ഒക്കെ നമ്മൾ കുറയ്ക്കാം. പിന്നെ പേഷ്യൻ്റ് എന്ന് പറയുന്നത്, പേഷ്യൻ്റ് ഇപ്പോൾ ഒരു ഡയാലിസിസ് നടക്കുന്ന പേഷ്യൻ്റ് ആണെന്നുണ്ടെങ്കിൽ അവരുടെ സോഡിയം ക്ലോറൈഡിൻ്റെ അളവ്, അതായത് ഉപ്പ് കഴിക്കേണ്ടത് 5 മില്ലിഗ്രാം പെർ ഡേയിലായിട്ട് കഴിക്കണം. പിന്നെ വേറൊരു സോഴ്സ് സോഡിയം എന്ന് പറയുന്നത് ഡിഫ്യൂസീവ് gain from dialysis solution when the dialysate sodium is higher than the pre-dialysis plasma level. നമ്മൾ ഓരോ ഡയാലിസിസിന് പോകുമ്പോഴും പേഷ്യൻ്റെ സിറം നമ്മൾ ചെക്ക് ചെയ്യണം. അപ്പോൾ നമ്മുടെ പേഷ്യൻ്റെ പ്ലാസ്മ ലെവലിൽ എത്രത്തോളം സോഡിയം ഉണ്ടോ അതിനേക്കാളും കൂടുതലായിരിക്കണം നമ്മൾ ഉപയോഗിക്കുന്ന ഡയാലിസേറ്റിലെ സോഡിയത്തിൻ്റെ ലെവൽ എന്ന് പറയുന്നത്. പിന്നെ എല്ലാ യൂണിറ്റുകളും ഇതേ രീതിയിൽ തന്നെയുള്ള, അതായത് സോഡിയത്തിൻ്റെ അളവ് കൂടുതൽ കുറവുള്ളവർക്കൊക്കെ ഒരു നിശ്ചിത അളവ് സോഡിയം എടുത്തിട്ടല്ല ഈ ഒരു പ്രവർത്തനം ചെയ്യുന്നത്. എത്രത്തോളം നമ്മുടെ പേഷ്യൻ്റെ ശരീരത്തിൽ സോഡിയം ഉണ്ട്, അതുപോലെ തന്നെ ഒരു വലിയ എത്രത്തോളം നമ്മുടെ ശരീരത്തിലുണ്ട്, ഇല്ലെങ്കിൽ ഇത് കൂടുതലായി കഴിഞ്ഞാൽ എങ്ങനെയാണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കിയിട്ടാണ് സോഡിയത്തിൻ്റെ ലെവലുകളൊക്കെ നമ്മൾ കൊടുക്കുന്നത്. പിന്നെ പറയുന്നത് പേഷ്യൻ്റെ പ്രീ ഡയാലിസിസ് സോഡിയം ലെവൽ എന്ന് പറയുന്നത് 130 തൊട്ട് 145 മില്ലിമോൾ പെർ ലിറ്ററാണ്. നമ്മൾ ഈ ഡയാലിസേറ്റിലെ സോഡിയം നമ്മൾ യൂസ് ചെയ്യുമ്പോൾ പറഞ്ഞു, നമ്മുടെ പേഷ്യൻ്റെ പ്ലാസ്മ ലെവലിനേക്കാളും കൂടുതൽ വേണം സോഡിയത്തിൻ്റെ ലെവൽ എന്ന് പറയുന്നത്. ഇങ്ങനെ ചെയ്യുന്ന വഴി നമുക്ക് കൂടുതലായിട്ട് ഫ്ലൂയിഡ് സബ്സ്ട്രാക്ഷൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ടും, അതുപോലെ തന്നെ ഫ്ലൂയിഡ് കൂടുതലായിട്ട് നമ്മുടെ ശരീരം വലിച്ചെടുക്കുമ്പോൾ എന്ത് സംഭവിക്കും, നമ്മുടെ ശരീരം വലിച്ചെടുക്കുന്ന ശരീരത്തിൽ നിന്ന് പോകുമ്പോൾ നമുക്ക് നല്ല ദാഹവും അനുഭവപ്പെടാനായിട്ടുള്ള സാധ്യതകൾ ഉണ്ട്. അപ്പോൾ ഈ ഒരു സമയത്ത് ഇങ്ങനെ ഒരു ഡയാലിസിസ് നടക്കുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് മുഖാന്തരം നമുക്ക് ശരീരത്തിലെ ഫ്ലൂയിഡിൻ്റെ അളവ് കൂടി വെയിറ്റ് ഗെയിൻ ഉണ്ടാവാനായിട്ടുള്ള സാധ്യതകളുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു ഘട്ടത്തിൽ നമ്മൾ പുതുതായിട്ട് നമ്മുടെ നെഫ്രോളജിസ്റ്റുകൾ കണ്ടുപിടിച്ചതാണ് സോഡിയം പ്രൊഫൈലിംഗ് എന്ന് പറയുന്നത്. ഈ സോഡിയം പ്രൊഫൈലിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള മെഷീനിൽ നമുക്ക് എത്രയാണോ നമ്മുടെ പേഷ്യൻ്റെ പ്ലാസ്മ ലെവൽ അതിനനുസരിച്ചുള്ള സോഡിയമാണ് അവർ കൊടുക്കുന്നത്. മെഷീൻ ഓൾറെഡി പേഷ്യൻ്റെ ശരീരത്തിൽ പ്ലാസ്മ എത്രത്തോളം ഉണ്ട് അതിനനുസരിച്ചുള്ള സോഡിയമാണ് കൊടുക്കുന്നത്. പക്ഷെ ഇതിങ്ങനെ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഇതേപോലെ തന്നെ ഏറ്റവും ലാസ്റ്റ് നമുക്ക് ഔട്ട്പുട്ട് വരുന്നത് സോഡിയത്തിൻ്റെ അളവ് കുറവും നമ്മുടെ പ്ലാസ്മ ലെവലിലെ സോഡിയത്തിൻ്റെ അളവ് കൂടുതലും, അങ്ങനെയുള്ള ഒരു റേറ്റാണ് നമുക്കിതിൽ കിട്ടുന്നത്. പിന്നെ നെക്സ്റ്റ് പറയുന്നത് ലോങ്ങർ മോർ ഫ്രീക്വൻറ്റ് ഡയാലിസിസ് സെഷനെ കുറിച്ചിട്ടാണ്. വളരെ ദൈർഘ്യമേറിയിട്ടുള്ള ഡയാലിസിസ് സെഷനെ കുറിച്ചിട്ടാണ് പറയുന്നത്. ഇങ്ങനെ ദൈർഘ്യമേറിയിട്ടുള്ള ഡയാലിസിസ് സെഷനൊക്കെ ആണെന്നുണ്ടെങ്കിൽ BP ഒക്കെ നമുക്ക് കൂടാനായിട്ടുള്ള സാധ്യതകൾ ഉണ്ട്. അതുപോലെ തന്നെ അപ്പാർട്ട് ഫ്രം ഫ്രീക്വൻസി ഇൻക്രീസിങ് ദ ലെങ്ത് ഓഫ് ഡയാലിസിസ് സെഷൻ. അപ്പോൾ BP കൂടുമ്പോൾ നമ്മുടെ BP എന്ന് പറഞ്ഞാൽ ബ്ലഡ് പ്രഷർ കൂടുന്നത് നമ്മുടെ ശരീരത്തിലെ ഫ്ലൂയിഡ് ഇൻക്രീസ് ചെയ്യുമ്പോൾ, അപ്പോൾ നമ്മുടെ ശരീരത്തിൽ ഡയാലിസിസ് സെഷൻ കുറേയും കൂടി ദൈർഘ്യം ഉള്ളതായിട്ട് മാറുന്നു. അതിന് കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്ലോവർ ആയിട്ടുള്ള അൾട്രാ ഫിൽട്രേഷൻ റേറ്റ് ആണ്. അതുകൊണ്ടാണ് നമുക്ക് നമ്മുടെ ഡ്രൈ വെയിറ്റിൽ എത്താനായിട്ട് കുറേ സമയം എടുക്കുന്നത്. നെക്സ്റ്റ് പറയുന്നത് കറക്ഷൻ ഓഫ് സോൾട്ട് ആൻഡ് ഫ്ലൂയിഡ് ഓവർലോഡ്. നമ്മുടെ സോൾട്ടിനെ അതുപോലെ തന്നെ ഫ്ലൂയിഡ് ഓവർലോഡിനെ കുറിച്ചിട്ടാണ് ഈ ഒരു ഭാഗത്ത് പറയുന്നത്. കറക്ഷൻ ഓഫ് സോൾട്ട് ആൻഡ് ഫ്ലൂയിഡ് ഓവർലോഡ്, എങ്ങനെ നമുക്ക് സോൾട്ടിനെയും ഫ്ലൂയിഡിനെയൊക്കെ നമുക്ക് കറക്ഷൻ ചെയ്യാമെന്നാണ് പറയുന്നത്. അപ്പോൾ അതിനു വേണ്ടി ക്ലിനിക്കൽ അസസ്മെൻറ്റ് ഓഫ് ഡ്രൈ വെയിറ്റ്, നമുക്ക് എത്രത്തോളം ഡ്രൈ വെയിറ്റ് വേണം. ഇപ്പോൾ നമ്മൾ സാധാരണ ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ അടുത്ത് എത്രത്തോളം
ഡ്രൈ വെയിറ്റ് ഉണ്ട് ഒരു പേഷ്യൻറ്റിന് എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു ഭാഗത്ത് പറയുന്നത്. നമ്മൾ സാധാരണയായിട്ട് പേഷ്യൻസ് ഡയാലിസിസിനൊക്കെ വരുമ്പോൾ നമ്മൾ ഡ്രൈ വെയിറ്റ് വെറ്റ് വെയിറ്റ് നോക്കുന്നതാണ്. ഇപ്പോൾ നമുക്ക് കൂടുതലായിട്ട് നമ്മുടെ ശരീരത്തിൽ നിന്ന് ഫ്ലൂയിഡൊക്കെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഹൈപ്പോ ടെൻഷൻ, അതുപോലെ തന്നെ മസിൽ ക്രാംസ്, നോസിയ, വൊമിറ്റിങ്, പിന്നെ അങ്ങനെയുള്ള സിംറ്റംസ് ഒക്കെ ഉണ്ടാവാനായിട്ടുള്ള സാധ്യതകൾ ഉണ്ട്. ഇനി ഡയാലിസിസ് സ്ട്രാറ്റജി നമ്മൾ യൂസ് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ one the pre-dialysis volume status and on concomitant drug treatment. Antihypertensive drugs impair the reflex cardiovascular adjustment to volume removal. അപ്പോൾ നമുക്ക് ഈ ഒരു സമയത്ത് നമുക്ക് എത്രത്തോളം വോളിയം ഉണ്ട്, നമ്മുടെ പേഷ്യൻ്റെ ശരീരത്തിൽ എത്രത്തോളം വോളിയത്തിലുള്ള ഫ്ലൂയിഡുകളുണ്ട്, അങ്ങനെ ഉള്ള കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് വേണം കറക്റ്റായിട്ടുള്ള ഡ്രഗ് ട്രീറ്റ്മെൻറ്റൊക്കെ നമ്മുടെ അതുപോലെ തന്നെ ഡ്രഗ് ട്രീറ്റ്മെൻറ്റും ആൻറ്റി ഹൈപ്പർടെൻസീവ് ഡ്രഗ്സുകളൊക്കെ പേഷ്യൻസിന് കൊടുക്കേണ്ടത്. ഇനി നെക്സ്റ്റ് പറയുന്നത് ടൈം ഡിലേ ഇൻ BP ഫോൾ ആഫ്റ്റർ കറക്ഷൻ ഓഫ് ഫ്ലൂയിഡ് ഓവർലോഡിനെ കുറിച്ചിട്ടാണ്. There may be time delay between lowering extracellular fluid and correction of markedly elevated BP. അതായത് നമുക്ക് ടൈം ഡിലേ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, നമുക്ക് ഡയാലിസിസുകൾക്കിടയിലുള്ള എന്തെങ്കിലും ടൈം ഡിലേസ് എങ്ങാനും വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ എക്സ്ട്രാ സെല്ലുലാർ ഫ്ലൂയിഡ് എന്ന് പറയുന്നത് ലോവർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ ഇലവേറ്റഡ് ആയിട്ടുള്ള BP ഉണ്ടാവുന്നതിനും കാരണമാവുന്നു. ഈ ഒരു റീസണിൽ BP എന്ന് പറയുന്നത് does not reduce the initially after lowering the dry weight. This does not exclude hypervolemia as a cause of the hypertension. അതായത് ഈ ഒരു സമയത്ത് പെട്ടെന്ന് നമ്മൾ ഡയാലിസിസ് സമയത്ത് നമുക്ക് പെട്ടെന്ന് ഫ്ലൂയിഡിൻ്റെ അളവ് കുറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഹൈപ്പോവോളീമിയ കണ്ടീഷൻസ് ഉണ്ടാവാനായിട്ടുള്ള സാധ്യതകളുണ്ട്. പിന്നെ പറയുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഓൾദോ ഇറ്റ് മേ ടേക്ക് എ കൺസിഡറബിൾ എമൗണ്ട് ഓഫ് ടൈം ഫോർ ദിസ് സോഡിയം ടു ബി റിമൂവ്ഡ് ഫ്രം വാരിയസ് ടിഷ്യൂ സ്പേസസ്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് നമ്മുടെ BP ലോവറിംഗ് ഒക്കെ ചെയ്യുമ്പോൾ സോഡിയത്തിൻ്റെ അളവ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ സോഡിയം എന്ന് പറയുന്നത് നമ്മുടെ ടിഷ്യൂ സ്പേസുകളിലൊക്കെ റിമൂവ് ചെയ്ത് കിടക്കുന്നതിന് വേണ്ടിയിട്ടും, അതുപോലെ തന്നെ ലൈക്ലി ദാറ്റ് ഡിലേഡ് ഇംപ്രൂവ്മെൻറ്റ് ഇൻ ഹൈപ്പർ ടെൻഷൻ ആഫ്റ്റർ കൺക്ലൂഷൻ ഓഫ് long standing fluid excess is due to vascular remodeling.